ഒരു യൂറോപ്യൻ വണ്ടർ കിഡിൽ നിന്ന് പ്രീമിയർ ലീഗ് ഫ്ലോപ്പിലേക്ക്, പിന്നീട് വീണ്ടും ഒരു പ്ലേ മേക്കറിലേക്ക്, അത് കഴിഞ്ഞ് പ്രീമിയർ ലീഗ് മാത്രമല്ല ലോക ഫുട്ബോൾ കണ്ട ഇതിഹാസ താരത്തിലേക്ക് അയാൾ വളർന്നു. ഇന്ന് അയാൾ ഈജിപ്ഷ്യൻ കിങ് ആണ്, ലിവർപൂളിന്റെ മുഹമ്മദ് സലാ. 2006-ൽ മറ്റൊരു കുട്ടി കളിക്കുന്നത് കാണാൻ വന്ന ഒരു സ്കൗട്ടിന്റെ ശ്രദ്ധ സലായിലേക്ക് ആകർഷിക്കപ്പെട്ടത് കാരണം 14-ാം വയസ്സിൽ അൽ മൊക്കവ്ലൂൺ അൽ അറബിന്റെ യൂത്ത് ടീമിൽ ചേർന്നു. സലായ്ക്ക് പരിശീലനത്തിന് ഏതാണ്ട് 3 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. അതേ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്റെ പഠനം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. സലാ തന്റെ സീനിയർ കരിയർ 2010-ൽ അൽ മൊക്കവ്ലൂണിൽ ആരംഭിച്ചു. പകരക്കാരനായാണ് അദ്ദേഹം അരങ്ങേറിയത്. 2012 ഫെബ്രുവരി 1-ന് പോർട്ട് സെയ്സ് സ്റ്റേഡിയത്തിൽ നടന്ന കലാപത്തെ തുടർന്ന് ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. മാർച്ച് 10-ന് ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനവും പ്രഖ്യാപിച്ചു. സ്വിസ് സൂപ്പർ ലീഗ് ക്ലബായ ബാസൽ കുറച്ചു കാലമായി സലായെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനാൽ ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗ് സസ്പെൻഷനെ തുടർന്ന് ക്ലബ് ഈജിപ്ത് ദേശീയ അണ്ടർ 23 ടീമുമായി ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. മാർച്ച് 16-ന് ബാസലിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. രണ്ടാം പകുതിയിൽ മാത്രം കളിച്ചിട്ടും സല 2 ഗോളുകൾ നേടി ഈജിപ്തുകാരെ 4-3-ന് വിജയത്തിലെത്തിച്ചു. തുടർന്ന് ഒരാഴ്ചത്തെ പരിശീലനത്തിനായി നഗരത്തിൽ തുടരാൻ ബാസൽ സലായെ ക്ഷണിച്ചു. 2012-ൽ 4 വർഷത്തെ കരാറിൽ ബാസലിനായി സല ഒപ്പുവെച്ചതായി ക്ലബ് അറിയിച്ചു. അവിടെ 2 സ്വിസ് സൂപ്പർ ലീഗ് കിരീടങ്ങൾ നേടി. 2014-ൽ പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസി 11 മില്യൺ പൗണ്ട് നൽകി സലായെ ബാസലുമായി കരാർ ഒപ്പിട്ടതായി പ്രഖ്യാപിച്ചു. സലായാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ക്ലബിലേക്ക് സൈൻ ചെയ്യുന്ന ആദ്യത്തെ ഈജിപ്ഷ്യൻ. ലിവർപൂളിന് സലായിൽ അന്നേ താല്പര്യമുണ്ടായിരുന്നു. 2014-15 സീസണ് മുൻപ് സൈനിക സേവനത്തിനായി ഈജിപ്തിലേക്ക് മടങ്ങാൻ നിർബന്ധിതനാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതിന് ശേഷം ചെൽസിയുമായുള്ള സലായുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. ചെൽസിയിൽ സലായ്ക്ക് അപൂർവമായിട്ടേ ഗെയിം ടൈം ലഭിച്ചുള്ളൂ. 3 പ്രീമിയർ ലീഗ്, 2 ചാമ്പ്യൻസ് ലീഗ്, 3 കപ്പ് മത്സരങ്ങൾ തുടങ്ങിയവയിൽ മാത്രം കളിക്കാനേ സലായ്ക്ക് സാധിച്ചുള്ളൂ. അതിനാൽ തന്നെ അതിൽ സ്കോർ ചെയ്യാനും അയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ചെൽസിയിൽ പരിമിതമായ ഗെയിം ടൈം കാരണം സിറി എ ക്ലബായ ഫിയോറന്റീനയിലേക്ക് ലോൺ ഡീലിൽ പോയി. പോർട്ട് സെയ്സ് സ്റ്റേഡിയത്തിൽ നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദര സൂചകമായാണ് സല 74-ാം നമ്പർ ഷർട്ട് തിരഞ്ഞെടുത്തത്. സീസണിന്റെ അവസാനത്തിൽ ഫിയോറന്റീന സലായെ പെർമനന്റായി സൈൻ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും സല അത് നിരസിച്ചു. ലോൺ കരാർ 18 മാസത്തേക്കായിരുന്നുവെങ്കിലും ഫിയോറന്റീനയിലേക്ക് മടങ്ങാൻ സല വിസമ്മതിക്കുകയും പകരം സിറി എ ക്ലബായ റോമയിൽ ചേരുകയും ചെയ്തു. 2015-ൽ 5 മില്യൺ യൂറോയ്ക്ക് ഒരു സീസൺ ലോണിൽ സല റോമയിൽ ചേർന്നു. 15 മില്യൺ യൂറോയ്ക്ക് ട്രാൻസ്ഫർ സ്ഥിരമാക്കാനുള്ള ഓപ്ഷനോടുകൂടി 11-ാം നമ്പർ ഷർട്ടാണ് സല റോമയിൽ ധരിച്ചത്. 2015-16 സീസണിൽ സല 42 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ നേടി റോമ സിറിയയിൽ 3-ാം സ്ഥാനത്തെത്തി ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി. ജൂണിൽ ക്ലബിന്റെ 2015-16 സീസണിലെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും സല നേടി. പിന്നീട് അവർ 15 മില്യൺ യൂറോയ്ക്ക് സലായെ സ്ഥിരമായി സൈൻ ചെയ്തു. 2016-17 സീസണിൽ റോമയുടെ വിജയിക്കാത്ത ടൈറ്റിൽ ബിഡിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു സല. ഗോളുകളിലും അസിസ്റ്റുകളിലും 2 അക്കങ്ങൾ കടക്കുകയും ചെയ്തു. 2017-ൽ സല 36.9 മില്യൺ പൗണ്ടിന് ലിവർപൂളിലേക്ക് മാറി. അക്കാലത്തെ ക്ലബ് റെക്കോർഡാണിത്. ജൂലൈ 1-ന് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറന്നപ്പോൾ അദ്ദേഹം ക്ലബിൽ ചേർന്നു. ലിവർപൂളിന്റെ ആദ്യ ഈജിപ്ഷ്യൻ കളിക്കാരനായി. ലിവർപൂളിലേക്ക് ഇത്ര വലിയ തുകയ്ക്ക് സലായെ എത്തിച്ചതിൽ ഫാൻസിന് അതൃപ്തി ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗിന് ചേർന്ന കളിക്കാരനല്ല സല എന്നായിരുന്നു അവരുടെ ആരോപണം. റോബർട്ടോ ഫെർമിനോയും സാദിയോ മാനയും ചേർന്ന് ശക്തമായ ആക്രമണത്രയം രൂപീകരിച്ച സല തന്റെ ആദ്യ സീസണിൽ തന്നെ 38 ഗെയിം സീസണിൽ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് സ്ഥാപിച്ചു. 32 ഗോളുകളാണ് സല നേടിയത്. പിന്നീട് ഹാലൻഡാണ് ആ റെക്കോർഡ് തിരുത്തിക്കുറിച്ചത്. കൂടാതെ 2018 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് ലിവർപൂളിനെ എത്താൻ സഹായിച്ചു. തുടർന്നുള്ള 2 സീസണുകളിൽ ക്ലബിന്റെ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് കിരീട വിജയങ്ങളിൽ അഭിവാജ്യ ഘടകമായി. അതിനുശേഷം FA കപ്പ്, EFL കപ്പ്, കമ്മ്യൂണിറ്റി ഷീൽഡ്, യുവേഫ സൂപ്പർ കപ്പ്, ഫിഫ ക്ലബ് ലോകകപ്പ് എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2 PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡുകൾ, 3 പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ടുകൾ, പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ, പ്രീമിയർ ലീഗ് പ്ലേ മേക്കർ ഓഫ് ദി സീസൺ, 2018-ലും 2021-ലും മികച്ച ഫിഫ പുരുഷ കളിക്കാരനുള്ള 3-ാം സ്ഥാനം എന്നിവ ഉൾപ്പെടെ
നിരവധി വ്യക്തിഗത അംഗീകാരങ്ങളും സലായെ തേടിയെത്തി. 2019 2022 ബാലൻഡിയോറിൽ 5ാം സ്ഥാനത്തെത്തി. 2017-18 സീസണിലെ ആദ്യ മെർസിസൈഡ് ഡെർബിയിൽ നേടിയ വിജയ ഗോളിന് 2018 ഫിഫ പുസ്കാസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 2023 ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച പ്രീമിയർ ലീഗ് ഗോൾ സ്കോററായി സല മാറി. ക്ലബിനായി 200 ഗോളുകൾ നേടുന്ന 5ാമത്തെ കളിക്കാരനുമായി. 2024-25 സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളും 8 അസിസ്റ്റും നേടി തന്റെ സീസണിൽ മുന്നേറുകയാണ് സല. ഔദ്യോഗികമായ വിവരങ്ങൾ ക്ലബ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ സീസണിൽ ലിവർപൂളുമായിട്ടുള്ള കരാർ അവസാനിക്കുന്ന സലായ്ക്ക് റെഡ്സ് പുതിയ കോൺട്രാക്ട് നൽകി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ സ്പോർട്സ് വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.